എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുരിങ്ങക്കായും പരിപ്പും മാങ്ങയും കൂടി ചേർത്തിട്ട് നല്ല നാടൻ രീതിയിലുള്ള ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വേണ്ട. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്, തുവരപ്പരിപ്പ്. ഇത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. ഈ പരിപ്പിനി നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് കുക്കായതിനു ശേഷം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയും ചേർത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് 1 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതി. പരിപ്പ് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 1 വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കണത് 4 മുരിങ്ങക്കായ മുറിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ അത്ര വലിയ മുരിങ്ങക്കായ ഒന്നല്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് വരട്ടെ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്, അതായത് പച്ചമാങ്ങ കേട്ടോ. പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൂത്ത മാങ്ങ തന്നെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ അത് തന്നെ ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങി. പക്ഷെ എന്നാലും പുളിയുണ്ട് ഇതിന്. ഞാൻ ഇതിലേക്ക് 1.5 മാങ്ങയാണ് ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ ഒരു കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ തീരെ മൂക്കാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഈ ഒരു കറിക്ക്. ഇനി മാങ്ങ മുരിങ്ങക്കായൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. രണ്ടും വെന്ത് ഉടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരാം. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് നാളികേരം ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിലേക്ക് വേറെ ഒന്നും തന്നെ ഞാൻ ചേർക്കണില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മുരിങ്ങക്കായൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം. നാളികേരം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒരുപാട് തിക്കായിട്ട് മാറും, പ്രത്യേകിച്ച് പരിപ്പും അല്ലേ. കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാട്ടോ, കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിക്കാവേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, മുരിങ്ങക്കായും മാങ്ങയൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിന് നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. പിന്നെ 2 വറ്റൽമുളക്, പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് തിന്നായിട്ടിരിക്കരുത്, പക്ഷെ ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.